ശ്രീകുമാറേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഏതാണ്ടത് അംഗീകാരത്തിനെ കൊണ്ട് അടുക്കുകയാണ്. കേന്ദ്രമന്ത്രിസഭ ആ നിയമത്തിന് ആ ബില്ലിന് അംഗീകാരം കൊടുത്തു. അതിനിപ്പോൾ പാർലമെൻറ്റിലും അത് അംഗീകരിക്കപ്പെടും എന്നാണ്, ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അത് വിജയിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ കേരളത്തിൽ സംസ്ഥാന സർക്കാരും അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ഇതിനെ എതിർക്കുകയാണ്. എന്താണ് അവരുടെ എതിർപ്പിന് അടിസ്ഥാനം? ഈ ബില്ല് ഈ പറയുന്നത് പോലെ ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്തെങ്കിലും ദോഷമുള്ളൊരു സംഗതിയാണോ? നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യമാണ്. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി തന്നെ ഇതൊരു പുതിയ ആശയമായി ഉന്നയിച്ചതല്ല. 1980 ഈ പാർട്ടി ഉണ്ടായ കാലം മുതൽ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയം സജീവമായി ചർച്ചയാക്കിയിരുന്നു ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത്. അതായത് അന്ന് ബി.ജെ.പിയുടെ പൂർവ്വരൂപമായിരുന്ന ജനസംഘത്തിന്റെ കാലം അല്ല, ബി.ജെ.പി അല്ല, ജനസംഘത്തിന്റെ കാലം തൊട്ടല്ല ഞാൻ പറഞ്ഞത്. ബി.ജെ.പി 80 മുതൽ ബി.ജെ.പി രൂപീകരണം തൊട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 1980 ആണല്ലോ ഈ പാർട്ടി രൂപീകരണം നടക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അന്ന് തൊട്ട് ഇത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു അജണ്ടയായിരുന്നു, അല്ലെ ഒരു വിഷയമായിട്ട് ഉന്നയിച്ചിരുന്നതാണ്. ഈ 99 മുതൽ അതൊരു സജീവ ചർച്ചയാക്കിയിരുന്നു. 99 മുതൽ സജീവ ചർച്ചയാക്കിയിരുന്നു. 2014 ബി.ജെ.പി അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയം ഉന്നയിച്ചിരുന്നു. 2017 18 രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. 2019 പ്രധാനമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു ഇക്കാര്യത്തിന് വേണ്ടി. പക്ഷേ അതിൽ കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, DMK ഈ പാർട്ടികളൊക്കെ ആ ചർച്ച ബഹിഷ്കരിക്കുകയായിരുന്നു ചെയ്തത്. ആ ചർച്ച ബഹിഷ്കരിച്ചു. 2020 എനിക്ക് തോന്നുന്നത് സുനിൽ അറോറയായിരുന്നു അന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2020 അദ്ദേഹം ഇതിന് രാജ്യം പ്രിപ്പയർഡ് ആണെന്നും അങ്ങനെ നടത്താവുന്നതേ ഉള്ളൂ എന്നും ഒരു അഭിപ്രായം പറയും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അധ്യക്ഷനായിട്ടൊരു സമിതി രൂപീകരിക്കുകയും ഇതിനു വേണ്ടി നിർദ്ദേശം നൽകാൻ പിന്നെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭയെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇത് വെറുതെ അന്തരീക്ഷത്തിൽ തൂങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിട്ടങ്ങ് മാറുമെന്ന് ചിലപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ വിചാരിച്ചിരുന്നിരിക്കാം. അങ്ങനെ എന്ന് വിചാരിച്ചത് ആയിരിക്കാം നേരത്തെ ശക്തമായി. പക്ഷേ ഈ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളാണല്ലോ ഈ നടപ്പാക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അയോധ്യ വിഷയമായാലും അപ്പോൾ അതിന് കട്ടിയ ഒരു സമയവും സാഹചര്യവും തന്ത്രപൂർവ്വം നോക്കിയെടുത്തിട്ട് ചെയ്യുന്നതെന്നല്ലേ ഉള്ളൂ. അങ്ങനെയാണ്. പിന്നെ അപ്പോൾ അതൊരു പുത്തനാശയമായി പെട്ടെന്ന് പൊട്ടി വീണതല്ല എന്ന് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇതിൽ മറ്റൊരു കാര്യമുള്ളത് 1952 മുതൽ 1967 വരെ തെരഞ്ഞെടുപ്പ് നടന്നത് ഇങ്ങനെയാണ്. നമ്മൾ ജനാധിപത്യ രീതിയിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് പിന്നെ നമ്മൾ ഉദ്ദേശിച്ചത് മുതൽ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചപ്പോൾ മുതലുള്ള കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് വിമർശിച്ചിരുന്നതെന്നാണല്ലോ നമ്മൾ കരുതുന്നത്. നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് എന്നാണ്. അങ്ങനെയാണ് 52 മുതൽ 67 വരെ നടന്നത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് നടന്നത്. പിന്നെ ഈ 68 69 കാലഘട്ടത്തിലാണ് ഈ മന്ത്രിസഭകൾ രാഷ്ട്രപതി ചില സംസ്ഥാന നിയമസഭകളെയൊക്കെ പിരിച്ചുവിടുകയൊക്കെ ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടായത് കൂട്ടമായിട്ട്. കേരളത്തിൽ കേരള മന്ത്രിസഭയെ പിരിച്ചു വിട്ടിരുന്നു. ഇടതുപക്ഷ മന്ത്രിസഭ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 59 ഡിസ്മിസ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ 60 പിന്നെ വീണ്ടും ഇടക്കാല തെരഞ്ഞെടുപ്പ് നടന്നു. നിയമസഭയിലേക്ക് മാത്രമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെയാണ് ഈ രണ്ടും വ്യത്യസ്തമായ രീതിയിൽ തുടങ്ങുന്ന സംവിധാനം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വ്യാപകമായി ഇത് മാറിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് കുറേ മന്ത്രിസഭകളെ പിരിച്ചുവിടുന്ന 67 68 പിന്നെ 69 കോൺഗ്രസ് പിളർപ്പ് നടന്നതിനെ തുടർന്ന് 71 ലോക്സഭ കാലാവധി എത്തുന്നതിന് മുമ്പ് പിരിച്ചുവിട്ട് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയും അങ്ങനെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒറ്റയ്ക്ക് പിന്നീട് ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിവിധ കാലങ്ങളിലേക്ക് മാറി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുവരെ അങ്ങനെയല്ലായിരുന്നു. ഈ പിന്നീട് ഇങ്ങനെ അങ്ങനെയാണ് നടന്നു വരുന്നത്. അപ്പോൾ ഞാൻ വന്ന ആദ്യത്തെ പോയിന്റ് ഇതാണ്. അതൊരു പുത്തനാശയമായിട്ട് അങ്ങനെ വന്നതോ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം പ്രത്യേക അജണ്ടയോടുകൂടി നടപ്പാക്കിയതോ ആണെന്ന് തോന്നുന്നില്ല. കാരണം ഇതെങ്ങനെ ആയിരുന്നു, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രധാന വിഷയം ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി സാങ്കേതിക പ്രശ്നങ്ങളും പ്രായോഗിക പ്രശ്നങ്ങളും ഉണ്ട്. അത് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപരമായി പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത്
അവരെ അലട്ടുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻ്ററി ഡെമോക്രസിയുടെ മോഡലിലാണല്ലോ നമ്മുടെ ഭരണ സമ്പ്രദായം നിലനിന്ന് പോകുന്നത്. ബ്രിട്ടീഷ് ഭരണ സംവിധാനമാണല്ലോ നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ അവലംബിക്കുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞു അത് മാറി നമ്മൾ US രീതിയിലുള്ള പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ആദ്യ ചുവടാണ് ഇത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു അതായത് ഒരു അമേരിക്കൻ ശൈലിയിലേക്ക് നമ്മൾ മാറുന്നു. അതായത് പ്രസിഡൻഷ്യൽ ഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു രീതി. പ്രസിഡന്റ് സർവാധികാരിയാകുന്നു, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നു, അപ്പോൾ ഒരു വ്യക്തിയിലേക്ക് കൂടുതൽ അധികാരങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നു എന്ന ഒരു ആശങ്കയും ചിന്തയുമാണ് പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പിന് കാരണം എന്ന് വേണം നമുക്ക് കരുതാൻ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് ഭരണാധികാരിക്ക് വേണമെങ്കിൽ ഏകാധിപത്യത്തിലേക്ക് നീങ്ങാം. ജനാധിപത്യം നിലനിൽക്കുമ്പോൾ തന്നെ എത്ര ഏകാധിപത്യത്തോടുകൂടി ഭരണം നടത്താമെന്ന് ഇന്ദിരാഗാന്ധി തെളിയിച്ചതാണല്ലോ. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ദിരാഗാന്ധി അതുവരെ നിലനിന്ന ഭരണഘടന ഏകഛത്രാധിപത്യം നടത്തിയിരുന്നു. അതിൻ്റെ വരുംവരായികളിലേക്കും അതിൻ്റെ ശരി തെറ്റുകളിലേക്കും ഒന്നും അല്ല ഞാൻ കടക്കുന്നത്. അതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ഞാൻ പറഞ്ഞത് അതിപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രിക്കാണെങ്കിലും പ്രസിഡൻഷ്യൽ ഭരണരീതിയിൽ പ്രസിഡന്റിനാണെങ്കിലും ഒക്കെ മാറാനുള്ള സാഹചര്യങ്ങൾ പല ഘടകങ്ങളെ ആശ്രയിച്ചാണല്ലോ ഇരിക്കുന്നത്. ഇപ്പോൾ ലോകമൊട്ടാകെ നടക്കുന്ന വിപ്ലവങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ജനക്കൂട്ടം കയറി പ്രസിഡന്റിനെയും ഓടിച്ചു വിടുന്ന ഒരവസ്ഥ ഈ ലോകത്തിപ്പോൾ കണ്ടുവരുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് സിറിയയിലാണ്. മുമ്പ് ശ്രീലങ്കയിൽ നമ്മളത് കണ്ടു, ബംഗ്ലാദേശിൽ കണ്ടു, പിന്നെ സിറിയയിൽ കണ്ടു, ശ്രീലങ്കയിൽ കണ്ടു. അപ്പം ഈ ജനാധിപത്യപരമായി ചിന്തിക്കാൻ അവകാശം നൽകിയിട്ടുള്ളിടത്തൊക്കെ അങ്ങനെ വരെ സംഭവിക്കുന്നിടത്ത് നമ്മൾ അത്തരം ഒരാശങ്ക, അതായത് പ്രസിഡൻഷ്യൽ രീതി ഉണ്ടാക്കി അധികാരം തന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊരാശങ്കയ്ക്ക് അവരൊക്കെ അങ്ങനെ ചിന്തിക്കാമെങ്കിലും അത് അത്ര വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. എനിക്കൊരു ചോദ്യമുണ്ട് ഇവിടെ. വാസ്തവത്തിൽ അങ്ങിപ്പോൾ പറഞ്ഞ ഈ ആശങ്ക പ്രതിപക്ഷം അവരുടെ എന്താ പറയുക ജനാധിപത്യത്തിൻ്റെ മൗലികതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരുടെ ആശങ്ക പങ്കുവെക്കുന്നു എന്നുള്ളതിനേക്കാളും എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസ് പ്രതിപക്ഷത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസ് സംഘടനാപരമായിട്ട് വലിയ ദൗർബല്യം നേരിടുകയാണ് രാജ്യത്ത്. അവരുടെ സംഘടനാ സംവിധാനം വളരെയധികം നഷ്ടപ്പെട്ടു പോയി, തകർന്നു പോയി എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അവർക്കും അറിയാം. അതല്ലേ വാസ്തവത്തിൽ കോൺഗ്രസിനെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്? ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിനെ നേരിടാനുള്ളൊരു സംഘടനാ സംവിധാനം, അല്ലെങ്കിൽ അതിനോടൊപ്പം യാത്ര ചെയ്യാനുള്ളൊരു സംഘടനാ സംവിധാനം കോൺഗ്രസിന് ഇല്ല എന്നതല്ലേ? ഒറ്റയ്ക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് വേണം കരുതാൻ. കാരണം നോർത്ത് ഇന്ത്യയിലടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഓരോ പാർട്ടികളുടെ ചുമലിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസ് പാൻ ഇന്ത്യൻ പാർട്ടി എന്നൊരു ലേബൽ കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന് എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസിന് അംഗത്വം ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഒരു വിള്ളൽ പ്രത്യക്ഷപ്പെട്ടില്ലേ? മമതാ ബാനർജിക്ക് നേതൃത്വം ഏറ്റെടുക്കണമെന്ന് ചിന്ത വരികയും പലരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തില്ലേ? അപ്പം അത്തരത്തിലുള്ള ഒരു ചിന്ത കൊണ്ട് അല്ല, അങ്ങനെ പറയുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഛത്രാധിപത്യത്തിലാണ് ആ പാർട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുകൊണ്ട് മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ പ്രധാന കാര്യം പറഞ്ഞു കഴിഞ്ഞെങ്കിലും ഇതിന് അനുകൂലമായും എതിരായി ഉന്നയിക്കപ്പെടുന്ന കുറേ വാദഗതികളുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയുകയും വികസന പ്രക്രിയയെ സഹായിക്കുകയും ചെയ്യുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെയും BJPയുടെയും അഭിപ്രായം. അത് ഒരു പരിധിവരെ ഞാൻ അതിനോട് യോജിക്കുന്നുള്ളൂ. അത് ഒരു പരിധിവരെ ശരിയാണ്. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 60,000 കോടി രൂപയാണ് ടോട്ടൽ ചിലവ്. അത് എല്ലാ ചിലവുകളും കൂടി ചേർന്നാണ് ആരുടെ പിന്നെ തെരഞ്ഞെടുപ്പ് പാർട്ടികളുടെ ചിലവ് ഇതെല്ലാം ചേർന്നത്. സർക്കാരിന് തന്നെയുള്ള ചിലവ് തന്നെ 20,000 കോടിയോളം 25,000 കോടിയെങ്കിലും വന്നിട്ടുണ്ടെന്നാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2014 4,000 കോടിയിലോ മറ്റോ എത്തുന്നു. ആദ്യ തെരഞ്ഞെടുപ്പിൽ 10.52 കോടിയോ മറ്റോ ആയിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പ്. അതിങ്ങനെ ക്രമേണ വർദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ നൽകുന്ന പരസ്യങ്ങൾ, അല്ലെങ്കിൽ സർക്കാർ കോർപ്പറേറ്റുകൾക്കൊക്കെ നൽകുന്ന നികുതി കുടിശ്ശിക, അല്ലെങ്കിൽ വായ്പ എഴുതിത്തള്ളൽ മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഒത്തിരി ചിലവുകൾ നമുക്കുണ്ടാകുന്നുണ്ട്. എങ്കിലും അതൊരു ഘടകമാണ്. ആ വാദഗതിയോടെ ഒരു പരിധി വരെ യോജിക്കാൻ കഴിയും എന്നേ ഉള്ളൂ എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഒരു കാര്യം. പിന്നെ ഈ പ്രാദേശിക തലത്തിലുള്ള തിരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ കൂടി ഇതിനോടൊപ്പം നടത്തുന്നു എന്ന് പറയുന്നതിനകത്ത് അല്പം ഒരു സാങ്കത്യ കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രാദേശിക പഞ്ചായത്ത്, മുനിസിപ്പൽ, നഗരപാലിക തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉന്നയിക്കുന്നത് പലപ്പോഴും പ്രാദേശിക വിഷയങ്ങളാണ്. അത് തന്നെയല്ല വ്യക്തികളാണ്. ഒരു വാർഡിലെ പ്രധാനപ്പെട്ട ചില ആളുകൾ, അല്ലെങ്കിൽ അവിടെ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ ഘടനയെന്ന് പറയുന്നത് പിന്നെ അല്ലെ ആ പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് ഇതിനോടൊപ്പം ലോക്സഭ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടത്തി കഴിഞ്ഞാൽ ഇത് പിന്നെ അത്തരം വിഷയങ്ങൾ ഇവിടെ മുങ്ങിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അഖിലേന്ത്യാ പ്രാധാന്യമുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വികസനമാണല്ലോ. അടിസ്ഥാനപരമായി വളരെ മൈന്യൂട്ടായ ചില കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ മുന്നിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ
പിന്നെ ആ തെരഞ്ഞെടുപ്പ് ഇതിനും കൂടി വരുമ്പോൾ ഈ അഖിലേന്ത്യാ പ്രാധാന്യമുള്ള കാര്യങ്ങൾ വിഷയത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ട ഊന്നലും ശ്രദ്ധയും കിട്ടുകയില്ല എന്നുള്ള ഒരു വസ്തുത. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പിന്നെ അങ്ങനെയായിരുന്നു സങ്കല്പിച്ചിരുന്നത്. അങ്ങനെയാണ് നടന്നു വന്നത്. അങ്ങനെ തന്നെയാണ് പിന്നെ നടക്കുന്നത് കൊണ്ട് ഒരു ഈ ചെലവ് കുറയുന്നതടക്കം മറ്റു കാര്യങ്ങളടക്കം ഒരുപാട് നേട്ടങ്ങളാണ് അതിനകത്തുള്ളത്. അങ്ങനെ നടത്തുന്നില്ല. നമുക്ക് കാത്തിരിക്കാം. അല്ലെ, അതല്ല കാത്തിരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോദി സർക്കാർ അത് പ്രതിജ്ഞാബദ്ധമായ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, അവർ പാർട്ടി രൂപീകരിച്ച കാലം മുതൽ BJP ആയി രൂപീകരിക്കപ്പെട്ട കാലം തൊട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അന്ന് തൊട്ട് ഉന്നയിച്ചിരുന്നൊരു വിഷയമാണ്. അവർ വിവിധ തലങ്ങളിൽ ചർച്ച നടത്താൻ അതിനകത്ത് ശ്രമിച്ചിരുന്നു. പലരും അത് നടക്കില്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു സങ്കല്പം, ഒരു ഉട്ടോപ്യൻ ആശയമായിട്ട് കിടന്നോളൂ എന്ന് വിചാരിച്ചായിരിക്കാം പലരും ഇത് നേരത്തെ സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നത്. ഇല്ല, പുലി വരുന്നതെന്ന് പറഞ്ഞ് പുലി എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴേ അത് നടക്കും എന്ന് ഉറപ്പാണ് എല്ലാവർക്കും മനസ്സിലായത്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്നത് തന്നെയാണ് നല്ലത്. നല്ലതാണല്ലോ. പിന്നെ ഇതിനകത്ത് ഒത്തിരി ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട്. ഇടയ്ക്ക് വെച്ച് ഈ ലോക്സഭ പിന്നെ പിരിച്ചുവിടുമ്പോൾ സംഭവിക്കുന്നത്, ഇടയ്ക്ക് ബഹുപാർട്ടി സംവിധാനത്തിൽ ഒരു മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ആ മുന്നണിയിൽ നിന്ന് ചിലർ ചാടിപ്പോകുമ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങൾ. ആ വിഷയങ്ങൾക്ക് ഇതിങ്ങനെ ഒരു പ്രക്രിയ ആയി കഴിയുമ്പോൾ മാറ്റം സ്വയമേവ ഉണ്ടാവുമെന്ന് വേണം നമ്മൾ കരുതാൻ. പിന്നെ നിയമത്തിനകത്ത് കൃത്യമായ നിയമം വരട്ടെ, കരട് നിയമം പാസ്സാക്കി അത് വരട്ടെ. നമുക്കത് പഠിച്ച് നമുക്ക് നിർദ്ദേശങ്ങൾ വെക്കാൻ എല്ലാവർക്കും അവസരം ഉണ്ടല്ലോ. അപ്പോൾ അതിന് പോസിറ്റീവായിട്ട് കണ്ട് നിർദ്ദേശങ്ങൾ വെക്കട്ടെ. അപ്പൊ നമുക്ക് ആ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കാമല്ലോ. അതല്ലേ അതിന്റെ ശരി. നമുക്ക് കാത്തിരിക്കാം. പാർലമെന്റിൽ ആ ബില്ല് കരട് ബില്ലായി അത് ചർച്ചയ്ക്ക് വരുമല്ലോ. എന്തായാലും അതിന് ഒരുപാട് മാനങ്ങൾ. ഇത് ഉപേക്ഷിച്ച് എന്തോ പറയുന്നത്, സഭ ബഹിഷ്കരിച്ച് നടുത്തളത്തിറങ്ങി അങ്ങനെ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പല പ്രധാന നിയമങ്ങളിലും അങ്ങനെ പാസ്സാക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിലെങ്കിലും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കും. ഈ ബില്ല് പാർലമെന്റ് വരുമ്പോൾ കൃത്യമായി അതിനെ കണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ച് ഓരോ വകുപ്പിലുമുള്ള അപാകതകൾ ചൂണ്ടിക്കാണിച്ച് അതിന് പ്രതിപക്ഷം തയ്യാറായാൽ ഇത് കുറ്റമറ്റ ഒരു നിയമം അതിനവിടെ തയ്യാറാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം.